ഇതെല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ പറയുമ്പോൾ അതൊരു രാഷ്ട്രീയമായിട്ട് മാറുമോ എന്നുള്ളൊരു ശങ്ക എനിക്കുണ്ട്. എന്നാൽ നാടിനാകെയുള്ള പൊതു പ്രതികരണമാണ് നിങ്ങളിവിടെ ഉന്നയിച്ച കാര്യം. ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. എന്നാൽ വൈദ്യുതിയുടെ കാര്യത്തിൽ സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം, ഏത് ഗവൺമെൻറ് അധികാരത്തിലുണ്ടായാലും. അത്തരം ഘട്ടങ്ങളിലെല്ലാം എവിടെയാണോ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് അവിടെയുള്ള ഉപയോക്താക്കളെ മുൻകൂട്ടി അറിയിക്കുന്ന നിലപാട് സ്വീകരിക്കും. ഇവിടെ സംഭവിക്കുന്നത് തീർത്തും വ്യത്യസ്തമായൊരു നിലയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി 1.25 മണിക്കൂർ വൈദ്യുതി ഇല്ലാത്ത കഴിയേണ്ടി വന്നവനാണ് ഞാൻ. എൻ്റെ വീട്ടിൽ 1.25 മണിക്കൂറാണ് വൈദ്യുതി ഇല്ലാതായത്. ഇത് എനിക്ക് മാത്രമല്ല, ഒരുപാട് ആളുകൾക്ക് സംഭവിക്കുകയാണ്. ഇവിടെ കാണേണ്ട ഒരു വസ്തുത, ഓണപ്പരീക്ഷയുടെ തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ കുട്ടികൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്നു. ഈ വൈദ്യുതി കട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിയാത്തതല്ല സർക്കാരിന്. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ മുൻകൂറായി സ്വീകരിച്ചില്ല എന്നതാണ് വന്നിട്ടുള്ള ഏറ്റവും വലിയ ദൗർബല്യം. ഇവിടെ സാധാരണഗതിയിൽ ദിവസം 300 മുതൽ 600 മെഗാവാട്ട് വരെ കുറവുണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. എങ്ങനെയാണ് ഇത്തരം ഒരവസ്ഥയിലേക്ക് നാം എത്തിപ്പെട്ടത്? കൂടിയ വിലക്ക് വൈദ്യുതി വാങ്ങാൻ അനുമതി ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ജൂലൈയിൽ ഒരു ഹ്രസ്വകാല കരാറിലൂടെ വാങ്ങാൻ തയ്യാറായത് 150 മെഗാവാട്ട് മാത്രമാണ്. അപ്പോൾ നേരത്തെ ആവശ്യമായ തയ്യാറെടുപ്പ് നടത്തിയില്ല എന്നല്ലേ ഇത് കാണിക്കുന്നത്? അതിൻ്റെ ഭാഗമായിട്ടല്ലേ ഇത്തരമൊരു ദുരവസ്ഥ വന്നിട്ടുള്ളത്? കേരളത്തിൽ വൈദ്യുതി എത്ര ആവശ്യമുണ്ട്, കയ്യിൽ എത്രയുണ്ട്, എത്ര ഷോർട്ടേജ് ഉണ്ട്, അതെങ്ങനെ പരിഹരിക്കാനാകും? ഇതെല്ലാം നേരത്തെ തന്നെ പ്ലാൻ ചെയ്തു പോകേണ്ടതല്ലേ? കേരളത്തിലെ വൈദ്യുതി രംഗം നല്ല ശക്തി പ്രാപിച്ചൊരു കാലമാണ് ഈ കഴിഞ്ഞ ദശാബ്ദക്കാലം. കാരണം ട്രാൻസ്മിറ്റ് പദ്ധതി 10,000 കോടി രൂപ ചെലവിട്ടുള്ളതാണ്. എടമൺ കൊച്ചി പവർ ഹൈവേ പൂർത്തിയാകില്ല എന്ന് കണക്കാക്കിയത് പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ആഭ്യന്തര ഉൽപാദനം 2092 മെഗാവാട്ടാണ് വർദ്ധിപ്പിക്കാൻ ആ ഘട്ടത്തിൽ കഴിഞ്ഞത്. ഇങ്ങനെയെല്ലാമുള്ള നിലയിൽ നല്ല മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് വൈദ്യുതി മേഖല എത്തിയതാണ്. പക്ഷേ വസ്തുതയായി കാണണമല്ലോ. നമ്മുടെ കയ്യിലുള്ള വൈദ്യുതി കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കാനാവില്ല. അപ്പം അതിനാവശ്യമായ തയ്യാറെടുപ്പ് നേരത്തെ നടത്തണം. ആവശ്യമായത്ര വൈദ്യുതി വാങ്ങണം. അതിൽ പൂർണ്ണമായ കെടുകാര്യസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ജനങ്ങളെ ഇട്ടുകൊണ്ട് ഇങ്ങനൊരു അമ്മാനമാടാൻ പാടില്ല. ഗവൺമെന്റേതായ ഉത്തരവാദിത്വം നിർവഹിച്ചു പോവുകയാണ് വേണ്ടത്. അല്ല, അതാ അദ്ദേഹം പറഞ്ഞു. അതിന് വിശദീകരണം വേണ്ടല്ലോ, അത് പറഞ്ഞാലുണ്ടത്. ആ പറഞ്ഞതിന് ഞാൻ പറയാൻ പോവുകയാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ പറയാൻ നോക്കിയതാണ്. ഇതാണ് LDF ഗവൺമെന്റ് പ്രത്യേക സമീപനം. അവിടെയാണ് LDF ഗവൺമെന്റും UDF ഗവൺമെന്റും തമ്മിലുള്ള വ്യത്യാസം നാം കാണേണ്ടത്. ആ കരാറിനോട് വ്യത്യസ്തതയുള്ളവരായിരുന്നു ഞങ്ങൾ. ആ കരാറിനകത്ത് നേരായ കരാറല്ല എന്ന അഭിപ്രായം ഞങ്ങൾക്ക് ശക്തമായിട്ടുണ്ടായിരുന്നു. പക്ഷേ കരാർ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. കരാർ അനുസരിച്ച് വൈദ്യുതി വാങ്ങൽ തുടങ്ങിയിരിക്കുന്നു. ആ കരാർ റദ്ദ് ചെയ്താൽ പെട്ടെന്ന്
നമ്മുടെ നാടിന് വൈദ്യുതി ക്ഷാമം അനുഭവിക്കേണ്ടി വരും. അപ്പം ഞങ്ങൾ തീരുമാനിച്ചത് ആ വൈദ്യുതി കരാറുമായി മുന്നോട്ട് പോകാനാണ്. ഈ വ്യത്യസ്തതയുള്ളപ്പോൾ തന്നെ നാടിൻ്റെ പൊതുവായ താല്പര്യം കണക്കാക്കി ആ വൈദ്യുതി കരാർ അംഗീകരിച്ച് മുന്നോട്ട് പോകാനാണ് LDF സർക്കാർ നടപടിയെടുത്തത്. ആ നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ റെഗുലേറ്ററി കമ്മീഷൻ അവരുടെ അനുമതി നേരത്തെ വാങ്ങേണ്ടതായിരുന്നു. ഇത്തരമൊരു കരാറിലേക്ക് പോകുമ്പോൾ UDF സർക്കാർ ആ അനുമതി വാങ്ങിയിരുന്നില്ല. അവരുടെ മുന്നിൽ ഈ പ്രശ്നം സജീവമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആ റെഗുലേറ്ററി കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് അവരുടെ അവസാന തീരുമാനം പിന്നീട് വന്നു. അത് റദ്ദ് ചെയ്യുന്നതായിരുന്നു. ആ റദ്ദ് ചെയ്ത തീരുമാനത്തിനെതിരെ ആകാവുന്ന നടപടികളെല്ലാം ഞങ്ങൾ സ്വീകരിച്ചു. അത് വെറുതെ വിട്ടുകളയല്ല ചെയ്തത്. ആ വൈദ്യുതി വാങ്ങൽ പ്രധാനമാണ് എന്ന് കണ്ടുകൊണ്ട് ഉള്ള എല്ലാ നടപടിയും ഞങ്ങൾ സ്വീകരിച്ചു. ഇതാണ് ഞങ്ങൾ സ്വീകരിച്ച സമീപനം. ഞങ്ങളതിൽ നിങ്ങൾ കാണിച്ചത് കൊള്ളരുതായ്മയാണ്, അതുകൊണ്ട് ഞങ്ങളത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്നു എന്ന നിലയല്ല. ഉപേക്ഷിക്കേണ്ടതാണ്, എന്നാൽ ഉപേക്ഷിച്ചാൽ നാട് ഇരുട്ടിലാവും. അതല്ല നല്ലത്. നാടിൻ്റെ താല്പര്യം സംരക്ഷിക്കലാണ് നല്ലത് എന്ന് കണ്ടുകൊണ്ടുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കാര്യത്തിൽ ഈ സമീപനം കേരളത്തിൻ്റെ വൈദ്യുതി മേഖലക്ക് കുറവില്ലാത്ത മട്ടിലായിരുന്നു. ഇപ്പം പറയുന്ന പരിഹാര മാർഗം അത് കേരളത്തിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. ഈ ആണവ നിലയം സ്ഥാപിക്കൽ, ആണവ നിലയം സ്ഥാപിച്ച് കേരളത്തിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് കളയാമെന്ന് പറഞ്ഞാൽ അതിന് നമ്മുടെ സമൂഹത്തിൽ അതിശക്തമായ എതിർപ്പുണ്ടാകും. ഒരു സംശയമില്ല, അതിശക്തമായ എതിർപ്പ് ഉയർന്നു വരും. അതുകൊണ്ടാണ് ഞങ്ങളുടെ കാലത്ത് അത്തരമൊരു കാര്യത്തെപ്പറ്റി ഞങ്ങൾ ആലോചിക്കുകയും ചെയ്യാതിരുന്നത്. ചില നിർദ്ദേശങ്ങളൊക്കെ ചില ഭാഗത്തു നിന്നൊക്കെ വന്നിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ ഞങ്ങളൊക്കെ നിലപാട് വ്യക്തമാക്കിയതാണ്, അത്തരമൊരു നടപടിയിലേക്ക് കടക്കുന്നില്ല എന്ന്. ഇപ്പോൾ വീണ്ടും അത്തരമൊരു ആലോചനയിലേക്ക് കടക്കുന്നെങ്കിൽ അത് അനാവശ്യമായ പ്രശ്നങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കാനായിരിക്കും വഴിവെക്കുക. അതിനു പകരം മറ്റ് നടപടികളിലൂടെ വൈദ്യുതി രംഗം കാര്യക്ഷമമാക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്.